ഈ നിമിഷങ്ങളിൽ ഓർമ്മ വരുന്നത് 1991-96 കാലഘട്ടമാണ്. അന്ന് VS പ്രതിപക്ഷ നേതാവായിരുന്നു. പാമോലിൻ അഴിമതി കത്തിനിന്ന സഭാസമ്മേളനത്തിൻ്റെ കാലഘട്ടം. വൈകുന്നേരം വരെയും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സഭ പിരിഞ്ഞ് CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയപ്പോൾ രാത്രി 9:30 അവിടെ തങ്ങാതെ പുളിങ്കുന്നിലേക്ക് പോയി. കുട്ടനാട് ചെത്തുതൊഴിലാളി യൂണിയൻ്റെ ബോട്ട് കടവിൽ കാത്തു നിൽക്കുന്നു. അതിൽ കാവാലം ജെട്ടിയിലെത്തിയപ്പോൾ 10:30. നാട്ടുവഴിയിലൂടെ ടോർച്ച് വെട്ടത്തിൽ നടന്നു. വേലി കടമ്പ കവച്ച് കടന്ന് ആ കൊച്ചു വീടിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ ഒരു വൃദ്ധ നിലവിളിച്ചോടി വന്ന് കെട്ടിപ്പിടിച്ചു. എൻ്റെ VS പോയല്ലോ. അദ്ദേഹത്തിന് മിണ്ടാനായില്ല. കണ്ണ് നിറഞ്ഞൊഴുകി. ഏറെ നേരം അവിടെ തങ്ങി. തിരിച്ചു നടക്കുമ്പോൾ പാതിര. ബോട്ടിൽ പുളിങ്കുന്ന് കടവിലിറങ്ങി. കാറിൽ പുറപ്പെടാനൊരുങ്ങുമ്പോൾ ടയർ പഞ്ചർ. വീണ്ടും ബോട്ടിൽ ആലപ്പുഴയിലേക്ക്. ജെട്ടിയിൽ ഇറങ്ങി ഓട്ടോറിക്ഷയിൽ പറവൂരിലെ വീട്ടിലെത്തുമ്പോൾ പുലർച്ചെ 4. ഉറങ്ങാൻ എവിടെ നേരം? കാറിൽ തിരുവനന്തപുരത്തേക്ക്. രാവിലെ 8:30 സഭയിലെത്തണം. തിരക്കിനിടയിലും കാവാലത്തെ ആ വീട്ടിലേക്ക് പോകാതിരിക്കാൻ VSനാകുമായിരുന്നില്ല. എത്ര കഞ്ഞിയും ചോറും വിളമ്പി തന്ന സ്ത്രീയാണവർ. മടക്കയാത്രയിൽ ആത്മഗതം. ഗതകാല സ്മരണകളിലേക്ക് വാക്കുകൾ നീണ്ടു. ഈ ഒരു ചരിത്രത്തിൻ്റെ ഓർമ്മകൾ കുറച്ച് കഴിഞ്ഞ് പങ്കുവയ്ക്കാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ പൊതുദർശനം ആരംഭിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ദർബാർ ഹാളിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം പൊതുദർശനം ആരംഭിക്കും. സഖാവ് P. കൃഷ്ണപിള്ള നൽകിയ 5 രൂപയും പോക്കറ്റിലിട്ട് ആദ്യമായി കുട്ടനാട്ടിൽ ബോട്ടിറങ്ങിയത് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച ഈ പറഞ്ഞ കാവാലം യാത്രയ്ക്കും അരനൂറ്റാണ്ട് മുൻപായിരുന്നു. കർഷക തൊഴിലാളികൾ അടിമപ്പണിക്കാരായിരുന്ന കാലമായിരുന്നു അത്. അവരെ അവകാശബോധമുള്ളവരാക്കാനാണ് കൃഷ്ണപിള്ള VSനെ അയച്ചത്. പ്രവർത്തനത്തിന് ഒപ്പം നടക്കാൻ ഒരുത്തനും ധൈര്യമില്ല. കായൽച്ചിറയിൽ പന്തകെട്ടി താമസിച്ച് ജോലി ചെയ്ത പണിക്കാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പെണ്ണുങ്ങൾ പുലമ്പും. നമ്മയും തമ്പ്രാക്കളെയും തെറ്റിക്കാൻ വരണുണ്ട് കേട്ടോ, ഒരു ചായ കിട്ടില്ല. കടക്കാർ മുഖം തിരിക്കും. ജന്മിഗുണ്ടകൾ കുറുവടിയുമായി എവിടാണ് തക്കം പാർത്തിരിക്കുകയെന്നറിയില്ല. VSന് 92 തികഞ്ഞ ദിവസം. ഒപ്പമുണ്ടായ ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് ഈ ഈശ്വരവിശ്വാസം ഇല്ലാതായത്? അത് കേട്ട് കസേരയിലേക്ക് ചാരിയിരുന്ന് ആലോചനയിൽ. പിന്നെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഹാളിലേക്ക്, ദർബാർ ഹാളിലേക്ക് VS അച്യുതാനന്ദൻ്റെ രക്താഭമായ വർണ്ണമുള്ള പാർട്ടിയുടെ വസ്ത്രം പുതപ്പിച്ച് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പാർട്ടിയുടെ ചിഹ്നം നെഞ്ചിൽ പേറിക്കൊണ്ട് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് സമരനായകൻ്റെ മറ്റൊരു യാത്ര. എത്രയോ തവണ VS ശിരസുയർത്തിപ്പിടിച്ച് മുണ്ടിൻ്റെ കോന്തല ഒരു കൈകൊണ്ട് പിടിച്ച് ഈ ഇടനാഴികളിലൂടെ ഇവിടേക്ക് വന്നിട്ടുണ്ട്. പുറത്ത് കാത്തു നിൽക്കുന്നത് ആയിരങ്ങളാണ്. രാവിലെ 9 മണിക്ക് ആരംഭിക്കുമെന്ന് സൂചിപ്പിച്ചിരുന്ന പൊതുദർശനം ഈ നിമിഷം മുതൽ ആരംഭിക്കുകയാണ്. 9:20. മറ്റൊന്നും ഇനി പുറത്ത് കാത്തു നിൽക്കുന്നവർക്ക് ആഗ്രഹങ്ങളില്ല. ഒന്ന് കാണുക, ഏറ്റവും അടുത്ത് ഈ നിമിഷത്തിലാണല്ലോ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ള വിചാരത്തോടെ അവർക്ക് മടങ്ങുകയും ചെയ്യാം. തിരുവനന്തപുരത്ത് നിന്ന് D. ബിനോയ്,
അല്പസമയത്തിനകം നമ്മോടൊപ്പം ചേരും. ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സൂര്യഗായത്രി, ഏതൊക്കെ നേതാക്കൾ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്ന പൊതുദർശനത്തിന് സാക്ഷിയാകാൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്? അകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറത്ത് എത്ര തിരക്കുണ്ട്! തിരുവനന്തപുരം നഗരം മൊത്തം ദർബാർ ഹാളിലെ ഈ സമരനായകൻ്റെ അവസാനമായ ഒരു നോക്കിനു വേണ്ടി കാത്തു നിൽക്കുകയാണോ? തീർച്ചയായിട്ടും പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായിട്ട് കാണുന്നതിന് വേണ്ടി